ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കൈലാസും അതുപോലെ തന്നെ പ്രിയനും എല്ലാവരും കൂടി ചേർന്ന് കുട്ടിപ്പട്ടാളമാണെന്നുണ്ടെങ്കിൽ മാമ്പഴവും അതുപോലെ തന്നെ കരിക്കൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാറു നോക്കുമ്പോഴേക്കും കുറേ നേരമായിട്ട് ഇവരെ കാണുന്നില്ല. ഇവരിത് എവിടെ പോയി എന്ന് അന്വേഷിച്ച് അപ്പുറേ പോയി നോക്കുമ്പോഴാണ് പിള്ളേരെല്ലാവരും കൂടി കരിക്കും മാമ്പഴവും ഒക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പാറു അടുത്തേക്ക് പോകുന്നുണ്ട്. പാറുവിന്റെ കാര്യം മനസ്സിലായി. ഇതിന്റെയൊക്കെ പൈസ മേടിക്കാനുള്ള അടവാണ് കുട്ടിപ്പട്ടാളത്തിനെന്ന്. അതിനുശേഷം കൈലാസ് പറയുന്നുണ്ട്, ഹോ എന്റെ പാറു, ഈ കുട്ടികൾ എന്ത് സൂപ്പർ ആയിട്ടാണെന്നറിയാവോ ഇതൊക്കെ ഞങ്ങൾക്ക് പൊട്ടിച്ചു തരുന്നത്, എന്ത് സൂപ്പറാ, ഇതിനൊക്കെ എന്ത് ടേസ്റ്റാ എന്നൊക്കെ പറയുമ്പോൾ പാറു പറയണ്ട, അതെ സാറേ, ഇവരിത് സ്നേഹം കൊണ്ട് വെറുതെ തരുന്നതൊന്നുമല്ല, ഇതിനെയൊക്കെ പൈസ മേടിക്കും. പൈസയോ? ആ പിന്നല്ലാതെ ഓരോ കരിക്കിനും 60 രൂപ വെച്ച് വേണം, മാമ്പഴത്തിന് ഓരോ മാമ്പഴത്തിന് 20 രൂപ വെച്ചിട്ട് വേണം. ആഹാ, നിങ്ങളാള് കൊള്ളാലോ എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. കൈലാസ് സാറേ, നിങ്ങളും ബിസിനസ് ചെയ്യല്ലേ, അപ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബിസിനസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. കൈലാസം സമ്മതിച്ചിരിക്കുന്നു എന്തായാലും എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാറു പറയുന്നുണ്ട്, ദേ കുട്ടിപ്പട്ടാളത്ത് പറഞ്ഞത്, ഇനി മേലെ കൈലാസ് സാറിനെ ദേ ഇവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ, കുറെ നേരമായി നിങ്ങൾ തുടങ്ങിയിട്ട്. വാ എല്ലാവരും വാ, ദേ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ. അല്ല മുക്തമ്മയുടെ എവിടെ? ആർക്കറിയാം, ആ കുളക്കടവിൽ നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ നോക്കുമ്പോഴേക്കും നമ്മുടെ അമ്മ നല്ല ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആഹാ, ഇഡലിയും സാമ്പാറാണോ? എങ്കിൽ പൊളിക്കും. ഇഡലിയും സാമ്പാർ മാത്രമല്ല, ചമ്മന്തി ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയാണ്. ഭയങ്കര സന്തോഷമാവട്ടെ എല്ലാവർക്കും. എല്ലാവരും നിരന്നിരിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും മുക്ത വരുന്നുണ്ട്. ഓ, ഇഡലിയും സാമ്പാറോ, കടിച്ചു പറിക്കാൻ ഒന്നുമില്ലേ എന്ന് പറയാണ്. അയ്യോ മോളെ, ഇന്ന് അമ്പലത്തിൽ കൊടിയേറിയ ദിവസമല്ലേ, നാളെയാണ് അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ, അപ്പോ മീനും അതുപോലെ തന്നെ ഇറച്ചിയൊന്നും കൂട്ടാൻ പാടില്ല എന്ന് പറയാണ്. ഓ, അപ്പോ 2-3-4-5 ദിവസം ഈ പച്ചക്കറി കൂട്ടി വേണോ കഴിക്കാനായിട്ട്? മോളെ, ഈ പച്ചക്കറി എന്ന് പറഞ്ഞതേ വെറുതെ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറിയല്ല, ഇതിൽ കൂടുതൽ പച്ചക്കറിയും നമ്മുടെ തോട്ടത്തിലായതാണ് എന്ന് പറയണം. മുക്ത പറയുന്നുണ്ട്, നിങ്ങൾ കുറെ നേരമായല്ലോ എന്നെ മോളെ മോളെ എന്ന് വിളിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മോളെന്നല്ല, നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഈ പാർവതിയും ഈ ലക്ഷ്മിയും, അതുപോലെ എന്നെ മോളെ നിന്ന് വിളിക്കേണ്ട. ഓ, എന്റെ മമ്മി കേട്ടാലും മതി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഭൂമിക മേഡം പറയുന്നുണ്ട്, മുക്ത, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞു, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. ഇവിടുന്ന് പറഞ്ഞു വിടാൻ അധികം സമയമൊന്നും വേണ്ട കൈലാസേ, ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ കിട്ടില്ലേ, പിന്നെ ഒരു കാറ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരെ മുക്തക്ക് പോകാനായിട്ട്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലായേ എന്ന് പറയാണ്. അല്ല, ഇതൊക്കെ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാ മുക്ത കഴിക്കണ്ട, മുക്തേ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചേ വയറൊക്കെ കേടാക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരുന്നോളാം. ഓ, എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് മുക്ത കഴിക്കുകയാണ്. ഓ, ഇതിനൊക്കെ എന്തിനു കൊള്ളാം, ഉപ്പും കൂടുതൽ മുളകും കൂടുതൽ, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ പാർവതിക്കും അമ്മക്കൊക്കെ ഭയങ്കര വിഷമമായിട്ട് ഇവര് ഈ മുക്ത ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ. ശേഷം പ്രിയം പറയുന്നുണ്ട്, അതെ അമ്മയും അച്ഛനും വിഷമിക്കണം കേട്ടോ, ഈ മുക്ത എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, അവരുടെ നാവ് നല്ലത് പറയാനായിട്ട് വഴങ്ങില്ല, അത്രയേ ഉള്ളൂ, അത് ആരുടെയും കുഴപ്പമില്ല, ജന്മനാ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് മുക്തേനെയും കളിയാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയട്ടെ, ആ രുദ്രപ്രഭു എന്ന് പറഞ്ഞ് ആളെ ഒന്ന് കാണാൻ പോണം, അയാളെ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊക്കെ മുക്ത വിചാരിക്കുകയാണ്. ശേഷം രുദ്രനെ കാണാൻ വേണ്ടി മുക്ത അവിടെ നിന്ന് പുറപ്പെടുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ പാറുവിന്റെ അച്ഛന്റെ കയ്യിൽ അമ്പലത്തിലെ ആൾക്കാർ വരുവാണ്. എന്നിട്ട് തിരുവാഭരണവും ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത് സൂക്ഷിക്കാൻ നിങ്ങൾക്കാണ് ഈ പ്രാവശ്യം ഭാഗ്യം കിട്ടിയിരിക്കണത്. അയ്യോ, ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയെന്നോ? ഓ, ഇത് വലിയ കാര്യം തന്നെയാണ്, എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ അവസാനത്തെ ചടങ്ങ് ഈ വർഷമാണ്, അതും കൂടി കഴിഞ്ഞാൽ മോളുടെ കല്യാണം ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ സമയത്ത് ഇതുപോലത്തെ ഒരു ഭാഗ്യം വന്നു കയറണമെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം ആവുമെന്ന് ഒരു സംശയവും ഇല്ല, എന്തായാലും എൻ്റെ മോളുടെ കല്യാണം ദൈവം അനുഗ്രഹിച്ച് നടക്കും, ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമായി എന്ന് 2 കൈ നീട്ടി ഈ തിരുവാഭരണങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അച്ഛൻ കയ്യിൽ ആ തിരുവാഭരണങ്ങളൊക്കെ സ്വീകരിച്ച് അത് പൂജാ റൂമിലേക്ക് വെക്കുക കേട്ടോ. ആ സമയത്ത് മുക്ത ചോദിക്കേണ്ട, ഇതിന് എത്ര ലക്ഷം രൂപ വരും എന്ന് പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അമ്പലത്തിലെ കാര്യത്തിലെങ്കിലും മനുഷ്യത്തോടെ സംസാരിക്കുക എന്ന് ഭൂമിക മേഡം പറയുമ്പോൾ, അല്ല ചോദിച്ചെന്നേ ഉള്ളൂ, ഇതിന് കോടിക്കണക്കിന് രൂപ വരും. കോടിക്കണക്കിന് രൂപയോ? അതെ. അല്ല, ഇത്രയും നല്ല സ്വർണവും ഇത്രയും നല്ല ദൈവത്തിന്റെ ആഭരണങ്ങളൊക്കെ എന്തിനാ ഇവരുടെ വീട്ടിൽ വെക്കണത് എന്നൊക്കെ മുക്ത ചോദിക്കുമ്പോൾ, അതെ അതൊക്കെ ദേവിയാണ് ഓരോന്നൊക്കെ കാണിച്ചു തരുന്നത് നിമിത്തമായിട്ട്, അപ്പോൾ ഇവിടെ വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൂജാരി പണ്ഡിത് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് നമ്മുടെ
പാറു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പെൺകുട്ടിയാണെന്ന് പറയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ വർക്കറൊന്നുമല്ല, ഞാൻ അവിടുത്തെ സെക്രട്ടറിയാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ് കൈലാസിന്റെ എന്നൊക്കെ ഇങ്ങനെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം മുക്ത അവിടുന്ന് പോവാണോ, കൊള്ളാം, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ കാര്യം ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് രുദ്രനെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് മുക്ത വിചാരിക്കുകയാണ്. ശേഷം മുക്തയാണെങ്കിൽ രുദ്രനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഹലോ രുദ്രൻ. ആ, ആരാ? അല്ല, രാവിലെ വന്നില്ലായിരുന്നോ പാറുവിന്റെ വീട്ടിലെ, പാർവതിയുടെ വീട്ടിലെ? ആ, അവിടെ. ഓ, മനസ്സിലായി. ആ പാർവതിയുടെ കമ്പനിയിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും അല്ലെ? അതെ അതെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ പാർവതിയുടെ വീട്ടിൽ നിൽക്കണേക്കാളും കൂടുതൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് സഹായം ഒരു ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അതെ, എനിക്ക് പണമൊന്നും വേണ്ട, എനിക്ക് എത്ര പണം വേണമെങ്കിലും ഉണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നത്? അതെ, പാർവതി നിങ്ങളുടെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായി. ശത്രു എന്നൊന്നും പറയാൻ പറ്റുമെന്നില്ല. എന്താ കാര്യം പറ. അല്ല, എനിക്ക് പാർവതി ശത്രുവാണേ. അവൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കണം, പണി കൊടുക്കണം. അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓ, അപ്പൊ എൻ്റെ കൂടെ കൂടാൻ പറ്റിയ ആള് തന്നെയാണ് എന്ന് ഇന്ദ്രൻ പറയാണ്. അതെ അതെ. പിന്നെ ആ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആ തിരുവാഭരണം ഉണ്ടല്ലോ, അത് പാർവതിയുടെ വീട്ടിലാണ് ഈ പ്രാവശ്യം സൂക്ഷിച്ചു വെക്കണത്. നാളെ അത് തിരിച്ചു കൊടുക്കും. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ, ഞങ്ങൾ ചില പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ മേഡം ചെറിയ സഹായം മാത്രം ചെയ്തെന്നാൽ മതി. എന്താ, രാത്രിയാകുമ്പോൾ ആ വാതിലൊന്ന് തുറന്നു കൊടുത്ത് സഹായിച്ചാൽ മതി. ഞങ്ങളുടെ ആൾക്കാർ അവിടെ വന്നിട്ട് ആ തിരുവാഭരണം എടുത്തോണ്ട് പോയിക്കൊള്ളും. കൊള്ളാം, ഗുഡ് ഐഡിയ. അതാകുമ്പോഴേക്കും പാർവതി വീട്ടിലേക്ക് നാണക്കേടാവും. നാണക്കേട് കാരണം അവർ കെട്ടി തൂങ്ങി ചാവേണ്ടി വരും അല്ലേ? അതെ, അങ്ങനെ തന്നെയായിരിക്കും ചെയ്യേണ്ടി വരുന്നത് എന്ന് രുദ്രനും പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ എന്താണ് മുക്തക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. പിന്നെ മുക്ത എന്തെങ്കിലും രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയണ്ട് അപ്പുറത്തെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്, അവിടെ കിടക്കാന്ന് പറയുമ്പോൾ മുക്ത വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയാണ്. ഭൂമിക മേഡം പറയുന്നുണ്ട്, അല്ല രാവിലെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ മുക്ത പറഞ്ഞത്, ഇവിടെ സൗകര്യമില്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ കിടന്നാളെന്ന് പറയണോ? അപ്പൊ എന്തോ കള്ളത്തിലുണ്ടല്ലോ എന്ന് ഭൂമിക മേഡം പറയാണ്. പ്രിയനും പറയണ്ട. അതെ അതെ, മുക്ത മേഡം പെട്ടെന്ന് ഇങ്ങനെ തട്ടു മാറ്റണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് പറയാണ്. എന്ത് ചുറ്റിക്കളി? ഒന്നുമില്ല, ഞാൻ പറഞ്ഞപ്പോ പാർവതിയുടെ അച്ഛനും അമ്മക്ക് ഫീൽ ചെയ്തത് മനസ്സിലായി, അതുകൊണ്ടാ. ഓ, അതൊന്നും കുഴപ്പമില്ല മോൾ അവിടെ അപ്പുറത്ത് കിടന്നോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. എങ്കിലും ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണട്ടെ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുക്ത തഞ്ചത്തിൽ അവിടെ ഒതുങ്ങി നിൽക്കുക കേട്ടോ. വേറൊന്നുമല്ല, രാത്രി നമ്മുടെ രുദ്രന്റെ ആൾക്കാർ വരുമ്പോഴേക്കും ആ വാതിലൊന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുക്ത അവിടെ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരുവാഭരണം മോഷ്ടിക്കാൻ വേണ്ടി രുദ്രൻ പറഞ്ഞയച്ച ആ കള്ളന്മാര് അവിടെ എത്തും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുള്ളൂ. ഇന്ന് തിരുവാഭരണത്തിന്റെ കാര്യങ്ങളും പിന്നെ മുക്തയും രുദ്രനും തമ്മിൽ ഒന്നാവുന്ന ഭാഗങ്ങളും അവർ തമ്മിൽ ഒന്നിച്ച് ഗൂഢാലോചന നടത്തുന്ന ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. കൈലാസ് പറയുന്നുണ്ട്, എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടമായി, ഈ നാട്ടിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭൂമിക മേഡം പറയുന്നുണ്ട്, അത് കൊള്ളാലോ, നമ്മുടെ പ്രിയന്റെയും ആഗ്രഹം അത് തന്നെയാണ്, ഈ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കണമെന്ന്. രണ്ടുപേരും വിചാരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.